എക്സാം ലീക്കേജുമായി ബന്ധപ്പെട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് NTA അറിഞ്ഞിട്ടല്ലല്ലോ, NTA മനഃപൂർവ്വമല്ല എക്സാം ലീക്കേജ് സംഭവിക്കുന്നത്, NTA അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NTA ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഇപ്പം NTA എക്സാമുകളൊക്കെ ക്യാൻസലാക്കിയില്ലേ, ബെറ്റർ കമ്മിറ്റിയൊക്കെ ചെയ്തില്ലേ, ഇതൊക്കെയല്ലേ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുക, ഓക്കെ ഇനി എന്താണ് ചെയ്യാനുള്ളതെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇതിലുള്ളൊരു കാര്യം, എക്സാം ലീക്കേജ് എന്നുള്ളത് 100% എല്ലാ കാലത്തും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. പക്ഷെ എല്ലാ കാലത്തും ഈ നാട്ടിൽ പല എക്സാമുകൾ അപൂർവമായിട്ട് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എക്സാം ലീക്ക് സംഭവിച്ചാൽ കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിശദമായിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പം അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ സമയത്ത് അതോറിറ്റീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതെങ്കിലും, അതായത് എങ്ങനെയാലും ലീക്ക് സംഭവിച്ചു, ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, എന്നിരുന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ കേസിന് ഇത് സ്റ്റുഡൻസിന് മനസ്സിലാവുന്നുണ്ട്, ഇതുകൊണ്ട് സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ അതോറിറ്റിക്ക് മനസ്സിലാവും എന്നുള്ളത് അവർ അക്നോളജ് ചെയ്യുകയും എംപതറ്റിക്കലി സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുകയും ഒരു വാട്ട് വി കൺസിഡർ പബ്ലിക് അപ്പോളജിയെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആസ് എ ഇനീഷ്യൽ സ്റ്റെപ്പ്. ആരൊക്കെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആരൊക്കെയാണ് അതിൻ്റെ ലീഡേഴ്സ്, ദേ ഷുഡ് സേ അപ്പോളജി ടു ദ ഹോൾ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി. അൾട്ടിമേറ്റ്ലി അവർ ചെയ്തിട്ടില്ല എങ്കിലും അത് അവരുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. ദോസ് ഹു ആർ ഇൻ പവർ, ദോസ് ഹു ആർ ദ ലീഡേഴ്സ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓൾ ദ സ്റ്റുഡൻസ് ഡിസേർവ്സ് എൻ അപ്പോളജി, ഓക്കെ, ഫോർ ക്രിയേറ്റിംഗ് ഓൾ ദീസ് ഇഷ്യൂസ്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇനി ഇതൊരു എക്സാമായിട്ട് നടക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇനീഷ്യലി ഇതിലേറ്റവും സംഭവിക്കുന്ന ഒരു കേസ് കുട്ടികൾ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളാണ്, കൺഫ്യൂഷൻസ് ആണ്, സ്ട്രെസ്സാണ് പോലെയുള്ള കാര്യങ്ങളാണ്. സോ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ തിങ്ക് ദ ഗവൺമെൻറ് ഷുഡ് ഡു ഈസ് റിഗാർഡിങ്, ഗവൺമെൻറ് അവർക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ വെക്കണം. ഓക്കെ, ആവശ്യമുള്ള ആളുകളെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ, ഇവരുടെ കൺസേൺ കേൾക്കാൻ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ, ആവശ്യമുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കാൻ, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് തന്നെ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങണം. ഓക്കെ, ആ ഹെൽപ്പ് ലൈനിൽ കുട്ടികൾക്കുള്ള കൺസേണുകൾ വിശദമായി കേൾക്കണം, ഇനി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള കുട്ടികളുടെ സജഷൻസ് കാണണം, കേൾക്കണം. ഓക്കെ, ഇത് രണ്ടാമതായിട്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദി ഗവൺമെൻറ് ഷുഡ് ഡു ദാറ്റ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ലീക്കേജ് സംഭവിച്ചാൽ. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കേസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു എക്സാം കാരണമായിട്ടുള്ള ഇമ്പാക്റ്റുകളിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ 10 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ഫാമിലി ടൈം വിത്ത് ദ ചിൽഡ്രൻ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഗവൺമെൻറ്റിന് എത്ര പൈസ കൊടുത്തിട്ടോ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടോ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അടുത്ത എക്സാമിന് അങ്ങനെ തന്നെ ചെയ്യില്ല എന്നാണ്, നിർബന്ധമായിട്ടും ഫീ വാങ്ങാൻ പറ്റില്ല, പുതിയൊരു അപ്ലിക്കേഷൻ വിളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ വേണമെങ്കിൽ നല്ല നിർബന്ധമായിട്ട് മാറ്റാനുള്ള അവസരം കൊടുക്കണം. കാരണം ആളുകൾ ത്രൂ ഔട്ട് ഇന്ത്യ പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടായ ആളുകൾക്കെല്ലാം അടുത്ത മാസം എക്സാം എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ദേ ഷുഡ് ബി ഗിവൺ എ ചാൻസ് ടു അറ്റൻഡ് ദ ജൂൺ എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് ഡിസംബർ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം, വിത്തൗട്ട് എനി ഫർദർ ഫിയർ ദാറ്റ്. ഓക്കെ, അതോടൊപ്പം തന്നെ കുറേ ആളുകൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇന്ത്യയുടെ പുറത്തുള്ള ഇതിനു വേണ്ടി ലീവ് എടുത്ത് തിരിച്ചു പോയ ആളുകളുണ്ട്. ആൻഡ് ദ ഓപ്ഷൻ ഷുഡ് ബി, ഓക്കെ ഇപ്രാവശ്യത്തെ ഫീൽ അടുത്ത ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ് 2 എക്സാംസ്, കാരണം അതിനപ്പുറത്തേക്കാണ് കുട്ടികൾ നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. അതിന് മുമ്പ് തന്നെ അവർ ക്വാളിഫൈ ചെയ്ത് പോകട്ടെ. പക്ഷേ ലീവ് എടുത്ത് വന്നു, ദൂരത്തുനിന്ന് വന്നു, ഇനി അവർക്ക് 6 മാസം 1 മാസമോ വേണ്ട ലീവ് എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ they should given the opportunity to write the exam again in December or again in next June. ഓപ്ഷൻ ആക്കാൻ വേണമെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് ബേർഡൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ബേർഡൻ ആസ്പെക്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഈസ് അബൌട്ട് കെയറിങ് അബൌട്ട് ദ ഇറ്റ്സ് പീപ്പിൾ. സോ അതിൻ്റെ ഒരു എമൗണ്ട് ഗവൺമെൻറ്, ഇറ്റ്സ് നോട്ട് ബേർഡൻ, ഇറ്റ്സ് സംതിങ് ദ ഗവൺമെൻറ് ഹാസ് ടു ഡു. ഓക്കെ, ഇതാണ് അടുത്തൊരു ആസ്പെക്ട്. പിന്നെയുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കേസാണ് റിഗാർഡിങ് ദ കുട്ടികൾക്ക് വരുന്ന എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമുകൾ, ഇൻ ബിറ്റ്വീൻ വരുന്ന എക്സാമുകൾ, BEd എക്സാമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഷർ. ഗവൺമെൻറ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും, UGC എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും നിർദ്ദേശം കൊടുക്കണം, നെറ്റ് എക്സാം നടക്കുന്ന ആ ഒരു വിത്തിൻ 1 or 2 weeks വേറൊരു എക്സാം നടത്തരുത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സിംഗിൾ ഡേ. ഞാൻ മുമ്പും പറഞ്ഞു, എക്സാമിൻ്റെ തലേന്ന് ഒരു PG എക്സാം, പിറ്റേന്നൊരു PG എക്സാം, പിന്നെ അതിൻ്റെ ഇടയിൽ എക്സാം നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്റ്റുഡൻറ്റ് വിൽ ബി ഹൈലി സ്ട്രെസ്ഡ്. ഓക്കെ, അപ്പം ആ ഒരു 1-2 ആഴ്ചയോ ഒരു എക്സാം നടക്കരുത്, സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഫ്രീ എന്നുള്ള ഒരു ആസ്പെക്റ്റ് UGCക്കോ ബാക്കിയുള്ളവർക്കോ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ബാക്കിയുള്ള ആളുകൾക്കും കൊടുക്കാവുന്ന നിർദ്ദേശമാണ്.
ഇനി ജോലിയുടെ ലീവുമായി ബന്ധപ്പെട്ട് കൺസേൺ ആളുകളുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഗവൺമെൻറ് ഷുഡ് ഗീവ് സജഷൻസ് ടു അതോറിറ്റി ഷുഡ് സജഷൻ ടു ദോസ് കമ്പനീസ്, okay, those colleges or schools, so as to give the again giving a leave. അത്ര നമ്പറാണ് എങ്ങനെയാണെന്നൊന്നും ഇമ്പാക്റ്റ് എനിക്കറിയില്ല. ദ ഗവൺമെൻറ് ഹാസ് ടു സ്റ്റഡി, അത് കൊടുക്കണമെന്ന് പറയണം. അതിൻ്റെ ഗവൺമെൻറ് ഹാസ് ടു ബിയർ ദ പെയിൻ. നമ്മൾ എല്ലാ കേസിലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നമ്മൾ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കും. അതുപോലെ ഗവൺമെൻറ് ഹാസ് ടു ബിയർ ദാറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫർദർ ലീവ് കിട്ടാനും ഇതുപോലെ പ്രിപ്പയർ ചെയ്യാനും എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക അതെല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ആസ്പെക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യമാണ് നിയറസ്റ്റ് സെൻറ്റർ തന്നെ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രിസ്കിങ് റിലേറ്റഡ്, ഹോൾ ടിക്കറ്റ് റിലേറ്റഡ്, അത് റിലീസിങ് റിലേറ്റഡ്, എക്സാമിനർ റിലേറ്റഡ്, അങ്ങനെയുള്ള പരമാവധി ഇഷ്യൂസ് കുറയ്ക്കുക. ആളുകളെ പറ്റാവുന്നത്ര ആളുകളെ കൂളാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുക. പിന്നെയുള്ളൊരു സംഭവമാണ് PhD അഡ്മിഷൻ റിലേറ്റഡ് ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻവർഷങ്ങളിലുള്ള നെറ്റ് കൺസ്ട്രെയിം എന്നുള്ളതോ 1-2 വർഷത്തെ നെറ്റ് കൺസ്ട്രെയിം ഫോർ എൻ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്നുള്ളതോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് നടത്താമെന്നോ, ഫോർ ദ ടൈം ബീങ് അവർക്ക് എൻട്രൻസ് എക്സാം നടത്താമെന്നോ, ഇഫ് ദിസ് ഈസ് ലാഗിങ്, അങ്ങനെയുള്ളൊരു ഇമ്മീഡിയറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റിനുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അടുത്തതായിട്ട് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതോറിറ്റീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പിറ്റേറ്റീവ് എക്സാമിനേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അസോസിയേഷനെ, പൊളിറ്റിക്കൽ പാർട്ടീസിനെ എല്ലാവരെയും ചൂസ് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ചൂസ് ചെയ്യണം. സ്റ്റുഡൻസിനോട് പബ്ലിക്കായിട്ട് ഒപ്പീനിയൻ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വേണം. മുമ്പ് പല ഗവൺമെൻറ് ബില്ലിനും ആക്ടുകൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റിക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഓപ്ഷൻ വേണം. സ്റ്റുഡൻസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഗ്രൗണ്ടിൽ മനസ്സിലാക്കാനുള്ളൊരു സിസ്റ്റം വേണം. ആൻഡ് ഫൈനലി ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ആസ്പെക്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതോറിറ്റി ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. ആളുകളോട് സിൻസിയറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊടുക്കണം. ആര് ലീക്കാക്കി, എവിടെ ലീക്കാക്കി പോലെയുള്ള മൈന്യൂട്ട് ഹൈലി സീരിയസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഡേറ്റ അല്ല ഞാൻ പറയുന്നത്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പെർട്ടിക്കുലർ സ്ഥലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, ഇന്ന കാരണങ്ങളുണ്ട്. പബ്ലിക്കിലേക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയണം. ഗവൺമെൻറ് ഇതിനെടുക്കുന്ന ആക്ഷൻസ് ഇതൊക്കെയാണ്. പബ്ലിക്കാക്കാൻ പറ്റുന്ന എല്ലാ ആക്ഷൻസും പബ്ലിക്കാക്കണം. സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് മനസ്സിലാക്കുന്നു, ഇന്ന കൺസേണുകൾ നമ്മൾ അഡ്രസ്. ഇറ്റ് ഷുഡ് ബി ദ ഗവൺമെൻറ് ഷുഡ് ദ അതോറിറ്റി ഷുഡ് ടോക്ക് സിൻസിയർലി ടു ദ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി. ദേ ഷുഡ് ഫീൽ ദാറ്റ്. ഓക്കെ, അതായത് ഒരു പ്രശ്നമുണ്ടായാൽ എന്താണ് ആ പ്രശ്നം എന്നുള്ളതും, ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഒരു സിൻസിയറായിട്ട് അത് ബാധിച്ച കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ തോന്നുന്നു. അതോറിറ്റി ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് ദാറ്റ് ഓൾസോ. സ്റ്റുഡൻസിന് കൺസേൺ ചോദിക്കാനും അത് റിപ്ലൈ ചെയ്യാനുമുള്ള മെക്കാനിസംസ് ഉണ്ടാവണം. മേ ബി മെയിൽ നമ്പേഴ്സ്, ഹെൽപ്പ് ചെയ്യുന്ന നമ്പർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതെല്ലാം ഒരു എക്സാം അഥവാ അൺഎക്സ്പെക്റ്റഡ് ലീക്കായ സമയത്തും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴും NTA, നെറ്റ്, നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവരുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ലെറ്റ്സ് എക്സ്പെക്ട് ദാറ്റ് the authority or those who are in charge will do whatever they can to ameliorate the student situation, okay, to improve their confidence and also to make the exams transparent better in future.